അടിപൊളി പച്ചാമര നല്ല. ഓ ഗൈസ്, കണ്ടല്ലോ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒത്തിരി മീനുകളെ, ചെമ്പല്ലി, കറൂപ്പ്, രോഹു, തിലാപ്പിയ, കട്ടള, പിന്നെന്താ ആറില്, കരിമീൻ, അങ്ങനെ പല മീനുകൾ പിടിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വരാല്, വാഗ, ചേറുമീൻ. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ ചേറുമീൻ, വാഗ, വരാല് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണെങ്കിലും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ 3 മീനുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലോ? സ്നേഹിയുടെ ഇനത്തിൽപ്പെടുന്ന വാഗ, വരാല്, ചേറുമീൻ. ഇതാണോ ചേറുമീനും വരാലും വാഗയും എന്നായിരിക്കും എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50ഓളം സ്പീഷീസുകളുള്ള വലിയൊരു ഫാമിലിയാണ് ഈ സ്നേഹിഡ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലും ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്നേഹിഡ് മത്സ്യങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള 3 എണ്ണത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് കേട്ടോ. ഇതിലാദ്യത്തേതാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വാഗ എന്ന് വിളിക്കുന്ന ചന്ന ഡിപ്ലോഗ്രാമ അല്ലെങ്കിൽ മലബാർ സ്നേഹിഡ് എന്ന് പറയുന്ന മീൻ. ചെറിയൊരു നീല നിറമൊക്കെ ഉണ്ട് കണ്ടോ, നല്ല വലിയ ഫിന്നാണ്. ഇപ്പം ഇത്രയും വലിയ ഫിൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ മീൻ നല്ല ഫാസ്റ്റായിട്ട് മറ്റ് ജീവികളൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. എൻ്റെ ചിറകൊക്കെ നല്ല ഫാസ്റ്റാണ്. അതുപോലെ കണ്ടോ, ടെയിലൊക്കെ നല്ല ഒരു ചെറിയ നീല കളറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വിടർത്തി വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പല്ല് കണ്ടോ, ഇതുകൊണ്ടൊരു കടി കിട്ടിക്കഴിഞ്ഞാൽ കണ്ടോ, ഇതുകൊണ്ടൊരു കടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഭാഗത്തെ ഇറച്ചി പോക്കാം കണ്ടോ. വാ പൊളിഞ്ഞ് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ജെർമിവൈഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ സെയിം സാധനമാണ് വാഗ. ഇത് ഡേഞ്ചറസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിത് കൈ വെക്കുവാണെങ്കിൽ എൻ്റെ കൈയുടെ കാര്യം തീരുമാനമാകും കണ്ടോ. സാധാ ലീഡർ ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവൻ കടിച്ച് പറിച്ച് പൊട്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള മീനുകൾ പിടിക്കുമ്പോൾ കൈയിട്ട് പിടിക്കരുത്, ഒരു ഗ്രിപ്പർ യൂസ് ചെയ്യുക. രണ്ടാമത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മൾ നാടൻ വരാല് അല്ലെങ്കിൽ കണ്ണൻ വരാല് എന്നൊക്കെ വിളിക്കുന്ന സ്പോട്ടഡ് സ്നേഹിഡ്. മൂന്നാമതായിട്ട് നമ്മുടെ നാട്ടിൽ ചേറാൻ അല്ലെങ്കിൽ ചേറുമീൻ എന്ന് വിളിക്കുന്ന ബുൾസൈ സ്നേഹിഡ് അഥവാ ഗ്രേറ്റ് സ്നേഹിഡ് എന്ന് പറയുന്ന മീൻ. ഈ മീനിനെ കണ്ടുള്ളവർക്കറിയാം ഇതിൻ്റെ വായ എന്ന് പറയുന്നത് നല്ല വലുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വായിൽ ഒതുങ്ങുന്ന എല്ലാത്തരം ജീവികളെയും ഇത് ഭക്ഷിക്കും. വെള്ളത്തിലെ ഏറ്റവും നല്ല ഒരു പ്രെഡേറ്റർ ആണെന്ന് തന്നെ പറയാം സ്നേഹിഡ്. ഇവയെ സ്നേഹിഡ് എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ മീനിൻ്റെ തലയ്ക്ക് പാമ്പിൻ്റെ തലയോട് നല്ല സാദൃശ്യമുണ്ട്. ഈ മീനുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നാണ് ഇവയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ മീനുകളെ ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ 15-20 മിനിറ്റ് കൂടുമ്പോഴേക്കും ഇവ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസം എടുത്ത് തിരിച്ചു പോകും നമുക്ക് കാണാൻ പറ്റും. ശരിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ മീനുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ശ്വസിക്കാനായിട്ട് ഇവയെ സഹായിക്കുന്നത് ഇവയിൽ രൂപപ്പെട്ടിരിക്കുന്ന, അതായത് ഇതിന്റെ ബ്രെയിനിന്റെ പുറയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക തരം റെസ്പിറേറ്ററി സിസ്റ്റമാണ്. ഇങ്ങനെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഈ മീനുകൾക്ക് മറ്റ് മീനുകളെ അപേക്ഷിച്ച് കരയിൽ കൂടുതൽ നേരം സർവൈവ് ചെയ്യാൻ പറ്റും. അതായത് ഏകദേശം 3-4 ദിവസം വരെ വെള്ളമില്ലെങ്കിലും നനവുള്ളൊരു പ്രതലത്തിൽ ഈ മീനുകൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. ഈ മീനുകളെ അപേക്ഷിച്ചുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയെ വിളിക്കുന്നത് വാക്കിംഗ് ഫിഷ് എന്നാണ്, അതായത് നടക്കുന്ന മീൻ. ഇപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കുമല്ലേ മീൻ നടക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നടപ്പല്ല, ഇതിന് കരയിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കരയിൽ കൂടെ ഈ മീനുകൾക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മീനുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അത് അതിൻ്റെ ബോഡി മൂവ്മെൻറ്റ് കൊണ്ട് അതിന് വളരെ ഈസി ആയിട്ട്, വളരെ പെട്ടെന്ന്, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ എത്ര സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ഈ മീനുകൾക്ക് എത്ര ദൂരം ഇങ്ങനെ പോകാൻ പറ്റുമെന്ന്.
പഠനങ്ങൾ തെളിയിക്കുന്ന അനുസരിച്ച് 400 മീറ്റർ വരെ ഈ മീനുകൾ ഇങ്ങനെ സഞ്ചരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 400 മീറ്റർ എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 1/2 കിലോമീറ്റർ. അപ്പൊ ശരിക്കും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രത്യേകത അല്ലേ. ഈ മീനിന്റെ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷം പ്രായമായ മീനുകൾ 15,000 മുട്ടകൾ വരെ ഇടും. അതും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, ഒരു വർഷത്തിൽ തന്നെ 1, 2, 3 പ്രാവശ്യം ഈ മീനുകൾ ബ്രീഡ് ചെയ്യും. ഇങ്ങനെ ഈ മീനുകൾ ഇടുന്ന മുട്ട വിരിയാനായിട്ട് 1, 2 ദിവസം മതി. 1, 2 ദിവസം കഴിഞ്ഞ് ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ മീനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല കറുപ്പ് നിറമായിരിക്കും, അത് വളരെ ചെറുതായിരിക്കും. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ കറുപ്പ് നിറമൊക്കെ മാറിയിട്ട് നല്ല ചുവപ്പ് നിറമാകും. അപ്പോൾ നല്ല ചുവപ്പ് നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി കുഞ്ഞുങ്ങൾ നടക്കുന്നത്. അതിൻ്റെ അടിയിൽ എപ്പോഴും ഈ അതിൻ്റെ പേരൻസ് ആയിട്ടുള്ള മീനുകൾ കാണും. കുഞ്ഞുങ്ങൾ വളർന്ന് സ്വന്തമായിട്ട് തീറ്റ എടുക്കുന്നത് വരെ ഈ മീനുകൾ അതിൻ്റെ കൂട്ടത്തിൽ കാണും. ചൂണ്ടിടാൻ പോകുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ മീൻ ആ സമയത്ത് വളരെ പ്രൊട്ടക്റ്റീവും വളരെ അഗ്രസീവുമായിരിക്കും. നമ്മൾ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് ല്യൂർ എടുത്തിട്ടാലും ആ മീൻ അത് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യും. മീനിനെ പിടിക്കാനായിട്ട് വളരെ എളുപ്പം. പക്ഷേ അങ്ങനെ പാർപ്പുണ്ടെങ്കിൽ നമ്മൾ ആ മീനിനെ കഴിവതും പിടിക്കാതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങൾ ചത്തുപോകും. അടുത്ത വർഷം നമുക്ക് പിടിക്കാനായിട്ട് മീൻ ഉണ്ടാവത്തില്ല. എല്ലാവർക്കും അപ്പോൾ സ്നേക് ഹെഡിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണല്ലോ അല്ലേ. അപ്പോൾ ഈ മീനിനെ പിടിക്കാനായിട്ട് നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടോപ്പ് വാട്ടർ ലൂറുകളാണ്. അതിനകത്ത് ഫ്രോഗ് ലൂർ ആണ് ഇതിന് ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല പല ലൂറുകളിലും ഈ മീൻ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെറുമീൻ പിടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു നാടൻ വരാൽ പിടിക്കുന്ന ല്യൂറും നാടൻ വരാൽ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു. നമ്മളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെയുള്ള തോടുകളും പുഴകളും ഉള്ളിടത്തേക്കാണ് നാടൻ വരാൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ നാടൻ വരാൽ പിടിക്കുന്ന വീഡിയോ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ കോട്ടയം ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ, നമുക്ക് കടലില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഫ്രഷ് വാട്ടർ മീനുകളാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് പെൻ സ്ക്വാഡ്രൺ 7 ഫീറ്റ് ഫിഷിംഗ് റോഡാണ്. അതുപോലെ തന്നെ ഷിമാനോ സെഡോണ CE5000 XG ആണ് നമ്മുടെ റീല്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രോഗ്. ഇത് ഏതാണ്ട് 7 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഇത് കാസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല ലൈൻ വേണം. നമ്മുടെ കോട്ടയത്തെ ചന്തയ്ക്കകത്തുള്ള അൻലിയാട്ടിന് കടയിൽ ഈ ല്യൂർ മേടിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ഫ്രോഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ റീല് ടൈറ്റാണെന്ന് നോക്കുക. റീൽ ഓവർ ടൈറ്റ് ഇടാനും പാടില്ല, എന്നാൽ റീല് ഫുൾ ടൈറ്റ് ഇടാനും പാടില്ല. റീലിപ്പോൾ നമ്മൾ ഫുൾ ഡ്രാഗ് ആണെങ്കിൽ നമ്മൾ ഹുക്കപ്പ് ചെയ്യുന്ന സമയത്ത് നൂലൂരി പോകും. നമുക്കൊരിക്കലും മീനെ ഹുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു 95% ഡ്രാഗ് ഇടുക. അതായത് ജസ്റ്റ് വലിക്കുന്ന സമയത്ത് ഡ്രാഗ് ഓടണം, പിന്നെ ഓടാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പം കല്ലിൻ്റെ സൈഡിലും അതുപോലെ അങ്ങനെ ഒതുങ്ങിയ സ്ഥലങ്ങളിലാണ് മീൻ നിൽക്കാനുള്ള ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ചൂണ്ടിടാൻ വരുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടെ മീനുണ്ടെന്ന്, വരാലുണ്ട് ഇവിടെ. സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് ചെറിയ സംശയം. എന്താണെന്ന് എറിഞ്ഞ് നോക്കാം. സ്ട്രൈക്ക് ചെയ്യാതിരിക്കത്തില്ല. ഒരു ചെറിയൊരു സ്ലോ റിട്രൈവൽ മതി കേട്ടോ, ഒത്തിരി സ്പീഡിൽ റിട്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തെളിവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്കിത് മീൻ ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ദൂരെ നിന്ന് തന്നെ മനസ്സിലാകും കേട്ടോ. നല്ല രസമാണത് ഇത് കാണാനായിട്ട്. ഒരു നൈസ് വരാലടിക്കുമായിരുന്നെങ്കിൽ. ഗൈസ് ഉണ്ടല്ലോ, നാടൻ വരാ ഒന്നേ. കൊള്ളാം, നൈസ് ഹുക്കപ്പായിരുന്നു. ലിപ്പറിലാതെ ഊരാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അതിൻ്റെ കൈ ഇവിടെ നമുക്ക് ലിപ്പറിലാണ് ഊരാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ വായിൽ നിറച്ച് പല്ലുകളാണ്. ഇതുണ്ടോ, നമ്മുടെ ചേറുമീനെ പോലെയല്ല, നല്ല ഷാർപ്പായിട്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചില്ല, ഇതുണ്ടല്ലോ എൻ്റെ നഖത്തേൽ വന്ന പാടാണ് ഇതിൻ്റെ പല്ല് വെച്ചിട്ട്. അപ്പോൾ ഇത്രയും ഷാർപ്പായിട്ടുള്ള ടീത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ ഈറാനുള്ള ചാൻസ് നല്ല രീതിയിലുണ്ട്. ഓക്കെ, കണ്ടല്ലോ.
അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ നാട്ടിൽ കോട്ടയം സൈഡിൽ വരാൽ എന്ന് പറയുന്ന സാധനം കേട്ടോ. നമ്മുടെ നാട്ടിൽ നാടൻ വരാൽ എന്ന് പറയുന്ന സാധനം ഇതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കയറി ഒരു ചെറിയ മഞ്ഞ ഷെയ്ഡുണ്ട്, ചേറുമീൻ ഇതില്ല. ഓക്കെ, അപ്പോൾ എന്താണ് എൻ്റെ ഹിമം കണ്ടോ, ഇവൻ തീരെ ചെറുതാണ്. അപ്പോൾ ഇവനെ നമുക്ക് എന്താണല്ലോ എടുക്കണ്ട, ഇവന് നമുക്ക് പോയി തിരിച്ചു വിടാം. പുള്ളി പോയി വളർന്ന് വലുതായിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ ലൂറെ പിടിച്ച മീൻ സർവൈവ് ചെയ്യുമോ. സ്നേക്ക് ഹെഡ് പോലെയുള്ള മീനുകൾ ഒരു 90% സർവൈവ് ചെയ്യും. തീരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പിടിച്ചിട്ട് വലിയ കാര്യമില്ല, കറി വെക്കാൻ മാത്രമൊന്നുമില്ല. നമുക്ക് ഇവനെ പയ്യൻ വിടാം. പൊക്കോ, പിടിക്കോ. പുള്ളി അറിഞ്ഞിട്ടില്ല ലൂറേന്ന് ഊരിപ്പോയ കാര്യം. പോയി. ഓക്കെ, അപ്പോൾ അവൻ പോയി രക്ഷപ്പെട്ടിട്ട് വരട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ പോയിന്റ്. നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ റിലീസ് ചെയ്യുന്ന മീൻ സർവൈവ് ചെയ്യുമോ, ലൂറിൽ പിടിച്ച മീനല്ലേ, അപ്പോൾ അതിനെ തിരിച്ചു വിടേണ്ട ആവശ്യമില്ലോ എന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു 10 മീൻ തിരിച്ചു വിട്ടാൽ അതിനകത്ത് കുറച്ചുണ്ടെങ്കിൽ സർവൈവ് ആയിരിക്കത്തില്ല. അങ്ങനെ സർവൈവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെറിയ മീനിനെ പിടിച്ച് വെറുതെ അവരുടെ വംശം നിലനിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസാണത്. അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ചെറിയ മീനാണെങ്കിൽ നമുക്ക് തിരിച്ചു വിടാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തിരിച്ചു വിടുക, ഒത്തിരി ഇഞ്ചറി ഒന്നും ഇല്ലെങ്കിൽ തിരിച്ചു വിടുക. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിരിക്കും. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ, അല്ലാതെ ഇതിനകത്തൊരു നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. ഇത് തികച്ചും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എങ്ങനെ വരാൽ പിടിക്കാം, നമ്മൾ പിടിക്കുന്ന വരാലെ ചെറുതാണെങ്കിൽ അതിനെ എങ്ങനെ റിലീസ് ചെയ്യാം, അത്ര ഉള്ള വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം കേട്ടോ. ഇറ്റ്സ് മൈ സെബിൻ സുരേഖ്. താങ്ക് യു സോ മച്ച്.